ഹായ് ഗൈസ്, നിങ്ങളിപ്പോൾ വിചാരിക്കണ്ടാവില്ലേ രാവിലെ തന്നെ കറുപ്പിട്ട് എങ്ങോട്ടാ പോകണമെന്ന് ഇപ്പോൾ പറഞ്ഞുതരാം. പണിന്റെ ആത്മാർത്ഥത കൊണ്ട് വളരെ നേരത്തെ എത്തിയിരിക്കുന്നു. ഒരു കാറ്ററിംഗ് വർക്ക് ഉണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടി പൈസ ഇല്ലാത്തതുകൊണ്ട് മക്കുനടുത്ത് പൈസ ഉണ്ട് പറഞ്ഞു. അപ്പോൾ അവനടുത്ത് പൈസയും മേടിച്ച് നമ്മൾ വേഗം ഇറങ്ങാൻ നോക്കി. അപ്പോഴാണ് ഡൽഹി പുറത്ത് ചായ കുടിച്ചിരിക്കുന്നത്. അത്ര നേരം വൈകിട്ട് നേരം വൈകാൻ ശരിക്കൊരു കുറവില്ല. മക്കു 500 രൂപ സഹായിച്ചു വണ്ടിക്കൂലി 10 ആൾക്ക് ഇന്ന് നാളത്തേക്ക്. ബസ് കയറാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ ഈ ഏട്ടൻ വരും. ഈ ഏട്ടൻ്റെ അരും കയറി വിട്ട് കുറച്ച് കഴിഞ്ഞ് ഓടി വന്നു. എന്തായാലും ആ ഏട്ടൻ 100 മീറ്റർ താഴെ കൊണ്ടുവരാൻ വിട്ടു. എൻ്റെ അവിടെ നിന്ന് ആരും ഓടി വന്നു. അത് കഴിഞ്ഞ് ബസ് വന്നു. ബസ് കയറി പോയി. തലമുട്ടി നേരെ നിൽക്കുന്നില്ല, വളഞ്ഞിട്ടാ നിൽക്കുന്നത്. നേരെ അങ്ങനെ തലശ്ശേരി എത്തി. തലശ്ശേരിന് ഒരു ബസ് കൂടി കയറാനായിരുന്നു. സൈതാരപ്പള്ളി വെച്ചിട്ട് പറഞ്ഞു. ഏജന്റിന് വിളിക്കാൻ വേണ്ടി കുറച്ച് വെയിറ്റ് ആക്കിയപ്പോൾ ഇവരെ കളിയാണ് തീരുന്നില്ല. പോലീസുകാർ ബോർഡുമേ കയറി കളിക്കുന്നത്. അത് കഴിഞ്ഞ് അവിടെ കല്യാണ വീട്ടിലേക്ക് നടന്നു. അവിടെ എത്തി കുറച്ചൊക്കെ പണിയെടുത്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം എല്ലാം സെറ്റ് ആയപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ തിന്നുകൊണ്ടിരിക്കണല്ലോ. അപ്പൊ നമ്മൾ എന്താക്കി വെച്ചാൽ ആദ്യം ഒരു സമൂസ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ബോറടിക്കാൻ തുടങ്ങി. പിന്നെ ഒരു ചായ കുടിച്ച ചായ ഗ്ലാസ് വേസ്റ്റ് കോട്ടിലൊക്കെ ചാടി 50 അടിക്കും വിചാരിച്ച് എറിഞ്ഞതാണ്. പക്ഷെ ഗായ്സ് മൂഞ്ചി പോയി. നമ്മളായിട്ട് വൃത്തി കേടാക്കണല്ലോ വെച്ച് നമ്മളടുത്ത വേസ്റ്റ് കോട്ടിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞ് കുറച്ച് കൽക്കണ്ടം കിട്ടി, അതും കഴിച്ചു. നല്ല വീട്ടുകാരാണ് പുറത്ത് പൊറാട്ടി ബീഫും മേടിച്ചിടുന്നു. കല്യാണ വീടായോണ്ട് പെണ്ണുങ്ങളുണ്ടാവും വിചാരിച്ചിട്ട് ആരും വല്ല ക്യൂട്ട്നെസ് ആണ് നിൽക്കുന്നത്. എല്ലാവർക്കും ടൈ കെട്ടാൻ കൊടുത്തപ്പോൾ റൌഫാനും കൊണ്ടോ ഞാൻ കെട്ടിത്തരാം ലക്ഷദ്വീപിൽ ഇങ്ങനെ കെട്ടാനായിട്ട് ആയത്തിനെ കെട്ടി കൊടുത്ത ടൈ ആണപ്പത്. 2 മണിയപ്പോൾ ഏകദേശം ഫുഡ് സ്റ്റാർട്ട് ചെയ്തു. വലിയ തിരക്കില്ലാത്തതുകൊണ്ട് ഒരു കൗണ്ടർ മാത്രമാണ് ഓപ്പൺ ആക്കിയത്. മറ്റേ കൗണ്ടറിലാണ് ഇവർ കളിച്ചിരിക്കുക. അപ്പൊ എന്തെങ്കിലും പണി കൊടുക്കണമല്ലോ. അപ്പൊ വെറുതെ നിൽക്കില്ല, ഡിഷ് തുടച്ചു പറഞ്ഞു. പണി കഴിയാൻ നേരത്തെ വിവീഷ് നോക്കിയപ്പോൾ എവിടെയും കാണില്ല. അപ്പൊ വിവീഷിന് തപ്പി ഇറങ്ങിയപ്പോൾ വിവീഷ് കാട്ടിനുള്ളിൽ എന്താ വെച്ചാൽ ചുക്കാമണി പണി വന്നതാണ്. 4 മണിയായപ്പോൾ പണി കഴിഞ്ഞു. അപ്പൊ വളരെ കുറച്ച് ചോറും കുറച്ച് ചിക്കൻ മസാല എടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തലശ്ശേരിക്ക് നടക്കാൻ ചെയ്ത്. അത് കഴിഞ്ഞ് നമുക്ക് ബസ് കിട്ടി. ബസ് കയറിയപ്പോൾ വിവീഷ് കുറയോ. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തി. ഇറങ്ങി നേരെ നമ്മൾ ഹോസ്റ്റലിലേക്ക് നടന്നു. അപ്പൊ ഗൈസ് ഇന്നത്തോളൂ, ബാക്കി നാളെ.